ഒരു നാച്ചുറൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് വന്ന പണിയാണ്. പണി കിട്ടി. ഇവിടെ തൊടാൻ പറ്റില്ല കേസ്. ഉണ്ടോ? പിമ്പിളാണ്, പിമ്പിൾ. എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് വന്ന പിമ്പിളാണ്, എൻ്റെ മാത്രം മിസ്റ്റേക്ക്. ഇനി നിങ്ങൾ ആരും ആ ഒരു മിസ്റ്റേക്ക് ചെയ്യരുത് എന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടോ. ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് വീഡിയോ ഇടുന്നത്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് റിയൽ ആയിട്ടുള്ള ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്യാണ്. സോ നിങ്ങൾ അങ്ങനെ കണ്ടാൽ മതി. ഇതെങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം, എന്തിനൊക്കെ യൂസ് ചെയ്യും, അതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നെ ഐഡിയ ഇതിനെ പറയുന്നതാണ് ആലിം സ്റ്റോൺ. ഓക്കെ, ഇത് ഒരു നാച്ചുറൽ മിനറലാണ്. ഓക്കെ, ഇതിന് വേറെ പേരുണ്ട്, പിക്കാലി എന്നൊക്കെ പറയും. ചിലപ്പോ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ ഒത്തിരി പേര് യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിത് യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് വാങ്ങിച്ചാണ്. കണ്ട പാടെ എനിക്കത് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് വാങ്ങിച്ചു തന്നെയാണ്. ഇതിനെ യൂസ് ചെയ്ത് നോക്കണം എന്നുള്ള സന്തോഷം കൊണ്ട് തന്നെ വാങ്ങിച്ചതാണ്. ഓക്കെ, സോ എല്ലാവരും ഇതിന്റെ ഗുണങ്ങൾ മാത്രമാണ് പറയുന്നത്. ഇതിനൊരു സൈഡ് എഫക്റ്റോ ഇതെങ്ങനെ യൂസ് ചെയ്യണം ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ ആക്ച്വൽ എഫക്റ്റ് ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് ആരും മെൻഷൻ ചെയ്ത് പറയുന്നത് ഞാൻ കണ്ടില്ല. സോ ഞാനും നോക്കിയത് ബെറ്റർ ആണല്ലോ, നാച്ചുറൽ സംഭവമാണല്ലോ. ഇത് നാച്ചുറൽ മിനറൽ ആണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നാച്ചുറൽ ആണല്ലോ, പ്രശ്നമൊന്നും വരില്ലാന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. ഇതിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. എനിക്ക് ഈ എക്സ്പീരിയൻസ് നാളെ നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. ഇതിന്റെ പേരാണ് പൊട്ടാസ്യം അലുമിനിയം സൾഫേറ്റ് എന്ന്. അങ്ങാടിക്കടയിൽ വാങ്ങിച്ചതാണ്. അധികം റേറ്റ് ഒന്നുമില്ല, എനിക്ക് 20 രൂപയ്ക്കോ അങ്ങനെ എന്തോ ആണ് ഞാൻ വാങ്ങിച്ചത്. അപ്പൊ ഇതിന് കുറെ യൂസുകളുണ്ട്. എന്തിനൊക്കെ യൂസ് ചെയ്യാന്ന് വെച്ചാല്, ഇത് അണ്ടർ ആംസിലൊക്കെ സ്മെല്ല് കൺട്രോൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു നാച്ചുറൽ ഡിയോഡറന്റ് ആണ്. ഷേവിങ് ചെയ്യുമ്പോൾ കട്ടൊക്കെ മുറിവൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇറിറ്റേഷൻ ഒക്കെ വരാതിരിക്കാൻ വേണ്ടി ആപ്പിൾ ഷേവിങ് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മറ്റേ ബാർബർ ഷോപ്പിലൊക്കെ പോയാൽ ചിലപ്പോൾ ഇത് മുന്നേ യൂസ് ചെയ്യാൻ കണ്ടിട്ടുണ്ടാവും. സ്കിന്നൊക്കെ ടൈറ്റൻ ആവാനായിട്ട് ടെമ്പററി ഒരു ടൈറ്റനിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ട് പിമ്പിൾസ് ഒക്കെ വരാതെ ഇത് പ്രൊട്ടക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. സോ മെയിൻലി എന്റെ സ്കിൻ കുറച്ച് പിമ്പിൾ ഒക്കെ വരുന്ന ഒരു സ്കിൻ ആയതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത് യൂസ് ചെയ്തപ്പോ എനിക്ക് അറിയണ്ടായിരുന്നില്ലല്ലോ ഇതുപോലെ പിമ്പിൾ വരുമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. സോ അപ്പൊ ഇത് പ്രോപ്പറായ വേല യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വന്നത്. സോ യൂസ് ചെയ്യുമ്പോൾ കറക്റ്റായ വേല യൂസ് ചെയ്താൽ മതി. സോ ഇത്രയും ബെനിഫിറ്റ് ഉള്ള ഒരു നല്ല അടിപൊളി സംഭവമാണ്. ബട്ട് ഇത് യൂസ് ചെയ്യുന്ന രീതിയിൽ യൂസ് ചെയ്യണം. നാച്ചുറൽ പ്രോഡക്റ്റ് ആണ്, ഇതെല്ലാ സ്കിന്നിലും ചേരുന്നൊക്കെ വിചാരിച്ച് സൈഡ് എഫക്റ്റ് ഒന്നും വരില്ല എന്ന് വിചാരിച്ചിട്ട് എന്നെ പോലെ വാങ്ങിക്കാൻ നിൽക്കണ്ട. നാച്ചുറൽ പ്രോഡക്റ്റ് ആണെങ്കിലും എല്ലാ സ്കിന്നിനും ഒന്നും സ്യൂട്ടബിൾ അല്ല. വാട്ടറിൽ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുക. കുറച്ച് വാട്ടർ ഇതിലേക്ക് ആക്കിയതിനു ശേഷം നമുക്ക് ഫേസിൽ എവിടെയൊക്കെയാണോ അവിടെയൊക്കെ നമുക്കത് യൂസ് ചെയ്യാം. ഒരു കോമ്പിനേഷൻ സ്കിൻ ആയതുകൊണ്ട് എന്റെ സ്കിന്നിന് ഇത് ചേരത്തില്ലായിരുന്നു. ഓക്കെ, പ്രോപ്പറായ വേലയിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അത് വേറെ കാര്യം. ഇത് സെൻസിറ്റീവ് സ്കിന്നിനും കോമ്പിനേഷൻ സ്കിന്നിനും ഒന്നും എത്ര പെർഫെക്റ്റ്ലി ഇത് മാച്ച് അല്ല. ഞാൻ ഇങ്ങനെ ഇത് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു പാച്ച് ടെസ്റ്റ് എന്നൊരു സംഭവമുണ്ട്. നമ്മുടെ പാച്ച് ടെസ്റ്റ് കയ്യിൽ ഇവിടെ നമ്മൾക്കൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടതാണ്. ഞാൻ അങ്ങനെയൊന്നും യൂസ് ചെയ്തില്ല. പ്രോപ്പർലി ഞാൻ ടെർലി വാട്ടറിൽ ഇതാവുകയും ആ ഒരു ഇതുകൊണ്ട് അത് ഷാർപ്ലി ഞാൻ ഈ ഒരു സോഫ്റ്റ് ആയ പോർഷൻ ഉണ്ടല്ലോ അവിടെയാണ് വാട്ടറിലാക്കിയത്. ഞാനിട്ട് ഉരച്ചു. അതുകൊണ്ട് എന്തായി, എന്റെ സ്കിന്നിൽ പിമ്പിൾ വന്നു. സോ നാച്ചുറൽ പ്രൊഡക്റ്റ് എല്ലാ സ്കിന്നിനും സ്യൂട്ട് ആവില്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ആലിം സ്റ്റോൺ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പാടില്ല. സ്കിന്നിന് ഒത്തിരി ഇറിറ്റേഷൻ ഉണ്ടാക്കും. സ്കിന്നിന് ഒത്തിരി ഡ്രൈനെസ്സിലേക്ക് വരാൻ ചാൻസസ് ഉണ്ട്. ഇത് വീക്കിലി 2-3 ടൈംസ് ഒക്കെ യൂസ് ചെയ്യാം. മാക്സിമം കുറച്ചോളൂ, 2 ടൈംസ് ഒക്കെ യൂസ് ചെയ്താൽ മതി.
ഇത് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യേണ്ടത് വാട്ടറിൽ ഡൈലൂട്ട് ചെയ്തിട്ട് ശേഷം മാത്രമേ സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് പാച്ച് ടെസ്റ്റ് നോക്കിയിട്ട് കൺഫേം വരുത്തിയ ശേഷം ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് സ്റ്റോപ്പ് ചെയ്യുക. ഇറിറ്റേഷൻ ഇല്ല ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ശേഷം മാത്രം ഫേസിൽ യൂസ് ചെയ്യുക. എനിക്കിത് തേച്ചതിന് ശേഷം എനിക്ക് നല്ല ഇറിറ്റേഷൻ വന്നതുകൊണ്ട് ഞാൻ നേരം പോയി ഫേസ് വാഷ് ചെയ്തു. നെക്സ്റ്റ് ഡേ ആണ് എനിക്ക് പിമ്പിൾ ജനറേറ്റ് ആയത്. ഇത്തിരി യൂസ് ചെയ്താല് ബേണിംഗ് സെൻസേഷൻ ഉണ്ടാക്കും മാത്രമല്ല സ്കിന്നിന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. സെൻസിറ്റീവ് സ്കിൻ ഒക്കെ ആണെങ്കിൽ ഒന്നും പറയണ്ട. ഡെയിലി യൂസ് ചെയ്താൽ സ്കിന്നിന് ഡാമേജ് വരെ ഉണ്ടാക്കും ഗൈസ്. എനിക്കിതൊന്നും അറിയുണ്ടായിരുന്നില്ല. എല്ലാവരുടെയും ഇതിന്റെ ഗുണങ്ങൾ മാത്രമേ പറയുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇതിന് കുറച്ച് സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോ അപ്പോൾ നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ്, ഒരു നാച്ചുറൽ മിനറൽ ആണ് എന്ന് വിചാരിച്ചിട്ട് ഇത് സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാക്കില്ല. അപ്പൊ എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ട് ആവും എന്ന് വിചാരിച്ച് നിങ്ങളിത് കണ്ണടച്ച് വാങ്ങിച്ച് യൂസ് ചെയ്യല്ലേ. ഇത് നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്തത് മാത്രം യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ ഇതുപോലെ പിമ്പിളൊക്കെ വന്ന് സ്കിന്നിനെ വേസ്റ്റ് ആക്കാൻ തയ്യാറാണെങ്കിൽ യൂസ് ചെയ്തു കേട്ടോ. പിന്നെ യൂസ് ചെയ്ത ശേഷം നന്നായി വാഷ് ചെയ്ത ശേഷം സ്കിന്നില് നമ്മൾ മോയ്സ്ചറൈസേഴ്സ് അപ്ലൈ ചെയ്യാം. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ്. പ്രോപ്പറായി ആയാലും ഞാൻ യൂസ് ചെയ്തില്ല, അതുകൊണ്ടാണ് എനിക്ക് പണി കിട്ടിയത്. സോ നാളെ നിങ്ങൾക്ക് ഇതുപോലെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി സ്കിന്നിന് ബെറ്റർ ആയിരിക്കാൻ വേണ്ടി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തോളൂ കേട്ടോ. ഒരു കാര്യം കൂടി, ട്രെൻഡ് ഏതാണെന്ന് ഫോളോ ചെയ്യുന്ന മുമ്പ് നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്നും സ്കിന്നിന് ചേരുന്നുണ്ടോ എന്ന് നോക്കിയോണ്ട് മാത്രം പ്രോഡക്റ്റ് ചൂസ് ചെയ്യാൻ നിൽക്കാം. അപ്പോ ഗൈസ് ബൈ ബൈ ഗൈസ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. കമന്റ് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ. ബൈ ബൈ.